ഡ്രീം ഫാർമർ ചാനലിലേക്ക്, ഈ പുതിയ തുടങ്ങിയ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം. ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു പുതിയ കർഷകനാണ്, ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും കുറേ അനുഭവങ്ങളും എല്ലാം കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ ഈ ഒരു കൃഷിൻ്റെ തന്നെ നമുക്ക് ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി സ്ട്രോക്കായിട്ട് ഒരു സൈഡ് തളർന്ന് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. വൈഫിൻ്റെയും മക്കളെയും സഹായത്തോടു കൂടി, അഥവാ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് ഞാനിത് വീഡിയോ ആക്കുന്നത്. അപ്പോൾ കൃഷി എന്നൊരു സംഗതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാനിങ്ങിലുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഇതിനെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു സപ്പോർട്ടാവും എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സംഗതി. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കർണാടകയിൽ ഗുണ്ടൽപേട്ട എന്ന സ്ഥലത്താണ് ആദ്യമായി ഞാൻ ഒരു തോട്ടെടുത്തത്. അത് കാലി ഒരു 5 ഏക്കർ സ്ഥലമായിരുന്നു. അപ്പോൾ അതിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കതിൽ ട്രാക്ടർ ഇറക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. അഥവാ കഴിഞ്ഞ ഈ സമയം അത് മഴൻ്റെ പ്രശ്നമായതുകൊണ്ട് വെള്ളത്തിൻ്റെ വിഷയം വന്നപ്പോൾ നമുക്ക് ട്രാക്ടർ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലം തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഇടയ്ക്ക് ഒരു 12 ഏക്കറും അതിൽ 6 ഏക്കർ തെങ്ങും കിട്ടിയപ്പോൾ ആ തെങ്ങും കൂടി ഒരു വരുമാനമാകുമല്ലോ എന്നുള്ള നിലക്ക് നമ്മൾ അതിനെ പാട്ടത്തിനെടുത്തിട്ടാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൽ ചെല്ലുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആൾ അതിൽ ഓൾറെഡി ഒരു 1 ഏക്കർ ഇഞ്ചി കൃഷി ഉള്ളതുകൊണ്ട് മൂപ്പര് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ നമ്മളത് 2 ലക്ഷം, അങ്ങനെ ഞാൻ 2 ലക്ഷം കൊടുത്ത് വാങ്ങുകയും ചെയ്തു. അങ്ങനെ 2 മാസത്തിന് ശേഷം ഇഞ്ചി വിളവെടുത്തു. പിന്നെ ഒരു പ്രത്യേകിച്ചുള്ള കാര്യം, കൃഷി എന്നത് അതിന് വിലനെ ഡിപ്പെൻഡ് ചെയ്തുള്ള വിജയം തോൽവി എല്ലാം ഉണ്ടാകുന്നൊരു സംഗതി ആയതുകൊണ്ടും അന്നൊരു ചാക്ക് 60 കിലോ വെറും 1400 റേറ്റ്, 12,000 ഒക്കെ ചാക്ക് റേറ്റ് ഉണ്ടായിരുന്ന സാധനം 400 ആയപ്പോൾ വിൽക്കാനുള്ള ഒരു ഡിമാൻഡ് കമ്മി. അതിൻ്റെ ആ ഇഞ്ചി വിളവെടുക്കുന്ന സമയത്താണ് എനിക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഏകദേശം 50 ചാക്കോളം വിളവെടുത്ത ഇഞ്ചി വേറൊരു ആ സ്പോട്ടിൽ തന്നെ 1.5 ഏക്കർ കാലി കിടക്കുന്ന സ്ഥലത്തേക്ക് വിത്താക്കി രണ്ടാമത് റിപ്പീറ്റ് നട്ടു. കാരണം ഒരിക്കലും നഷ്ടം കഴിക്കാനാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി നട്ടു. ഇപ്പോൾ അത് വിളവെടുക്കാനായിക്കൊണ്ടിരിക്കുന്നു. ഒരു മാസം കൂടെ ഉള്ളൂ. അങ്ങനെ ഈ കൃഷിയെ സംബന്ധിച്ച് ഞാൻ ഇത് മാത്രമല്ല പല കാര്യങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ബത്തക്ക, തക്കാളി, അങ്ങനെ ഞാലിപ്പൂവൻ, നീന്ത്രം, അതിൻ്റെ ഫുൾ ഡീറ്റെയിലും അതിൽ എന്തൊക്കെ സംഭവിച്ചു, ഇനി എന്തെല്ലാം സംഭവിക്കും, ഇതിൻ്റെ സക്സസ് സ്റ്റോറി, തോൽവിയായിട്ടുള്ള സ്റ്റോറിയും എല്ലാ രീതിയിലും എല്ലാവരായിട്ടും ഷെയർ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും.